ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വശത്ത് നന്ദുവിൻ്റെയും സച്ചിയുടെയും കല്യാണ നിശ്ചയമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലായിരിക്കും കേട്ടോ. ഈ സമയത്ത് അനിയാണെങ്കിൽ ഏത് വിധേനയും അത് തടയാനുള്ള പരിശ്രമത്തിലും ആയിരിക്കും കേട്ടോ. അങ്ങനെ നന്ദുവിനൊപ്പം കട്ടയ്ക്ക് നിൽക്കാണ് നമ്മുടെ CI സച്ചിദാനന്ദൻ്റെ പൊയ്മുഖം അഴിച്ചിടാൻ. ഇതേ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ ഒരു ധർമ്മസങ്കടത്തിലാണെങ്കിൽ പോലും മറുവശത്ത് നയനയാണെങ്കിൽ വളരെ സന്തോഷവതിയാണ് കേട്ടോ. കാരണം തൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം പൂവണിയാൻ പോവുകയാണ്. നയനയ്ക്കും ആദർശനും ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. നയന ഗർഭിണിയാണ്. ഇതറിഞ്ഞ് എല്ലാവരും തന്നെ സന്തോഷത്തിലാണ് കേട്ടോ. അനന്തപുരിയിൽ എല്ലാവരും ഒരു ആഘോഷമായി എടുത്തിരിക്കുകയാണ് ഈ വാർത്ത. ദേവയാനിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല എന്ന് തന്നെ പറയാം. ദേവയാനിയാണെങ്കിൽ സന്തോഷത്തിൽ ആടിത്തിമിർക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനേനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യാനേ അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കടമ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ കേട്ടോ നമ്മുടെ ആദർശം. ഇതേ സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ കണ്ണു കടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിലരുണ്ട് കേട്ടോ അവിടെ. അത് മറ്റാരുമല്ല, നമ്മുടെ അഭിയും ജലജയും തന്നെയാണ്. പിന്നെ നവ്യയ്ക്ക് ചെറിയൊരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ പോലും നയനയ്ക്ക് പെട്ടെന്നൊരു കുഞ്ഞു പിറക്കുമ്പോൾ ഇനി തൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനം അങ്ങോട്ടേക്ക് മാറുമോ, ആ കുഞ്ഞിനായിരിക്കുമോ ഇവിടെ ഏറ്റവും സ്ഥാനവും എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും കൂടി ആയിരിക്കും കേട്ടോ നവ്യയുടേത്. അങ്ങനെ നവ്യ ചെറിയ രീതിയിലൊരു പരിഭ്രാന്തിയിലാണ്. എങ്കിൽ തൻ്റെ അനിയത്തി ഗർഭിണിയാണെന്നറിഞ്ഞ് ചെറിയൊരു സന്തോഷവും ഉണ്ട്. അങ്ങനെ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. ഇതേ സമയത്ത് ജലജയാണെങ്കിൽ വമ്പൻ പ്ലാനിങ്ങുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കുവേ. ആദ്യം കുറെ നവ്യയുടെ പുറകെ നടന്ന് അവസാനം നവ്യ പ്രസവിക്കുകയും ചെയ്തു. ഇതും അതുപോലൊക്കെ തന്നെയാണെന്നാണ് കരുതുന്നത്. നമ്മുടെ ജലജയാണെങ്കിൽ പഠിച്ച പണി 18 പയറ്റാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നയനയുടെ ഗർഭം അലസിപ്പിക്കണം. ആ കുഞ്ഞ് ഈ അനന്തപുരി തറവാട്ടിൽ പിറക്കാൻ പാടില്ല. തൻ്റെ മകൻ്റെ കുഞ്ഞായിരിക്കണം ഇവിടെ എല്ലാമായി വാഴേണ്ടത്. അല്ലെങ്കിൽ തനിക്ക് പറ്റിയ അബദ്ധം, തൻ്റെ ചെറുക്കന് പറ്റിയ അബദ്ധം ഇനിയും ആവർത്തിക്കപ്പെടും എന്ന് ജലജ വല്ലാതങ്ങ് ഭയപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അഭിയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നീയും ആദർശനും രണ്ടുപേരും ഇവിടുത്തെ ആൺകുട്ടികളുടെ മക്കളാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥാനം മുഴുവൻ ആർക്കാ? ആദർശിന്. എന്ത് ചെയ്താലും ആദർശമോൻ, കമ്പനിയുടെ CEO ആദർശമോൻ, എല്ലാം ആദർശമോന് മാത്രം. നീയാണെങ്കിൽ വെറും വേലക്കാരൻ, അനന്തപുരിയിലെ കൊച്ചുമകനാണ് എന്നൊരു പേര് മാത്രമേ നിനക്ക് ഇവർ ചാർത്തി തന്നിട്ടുള്ളൂ. മറ്റെല്ലാ അധികാരങ്ങളും ആദർശനും. ഇപ്പോഴേ അവൻ്റെ ഭാര്യയ്ക്കും നമ്മളൊക്കെ വെറും പുറംപോക്ക് ഭൂമിയായിട്ട് ഇവിടെ താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ജലജ അങ്ങ് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഇവിടെ ഒരു കാര്യവും ഇല്ല. എല്ലാം തലകീഴാൻ പറയും. എല്ലാം ഇവർക്കൊക്കെ എപ്പോഴും അനുകൂലമായിട്ടല്ലേ സംഭവിക്കുകയുള്ളൂ. ദൈവം തന്നെ ഇവർക്ക് കൂട്ടല്ലേ. പിന്നെ നമ്മൾ എന്തൊക്കെ പ്ലാനും പദ്ധതികളും തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല അമ്മേ എന്ന് പറയുമ്പോൾ, ഇല്ലടാ അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ വിടുകയില്ല. അങ്ങനെ നിന്റെ കുഞ്ഞ് ഇവിടെ മഹാരാജാവിനെ പോലെ ജീവിച്ചാൽ മതി. അല്ലാതെ ആദർശിൻ്റെ കുഞ്ഞ് പിറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആദർശനും നയനയ്ക്കും അങ്ങനെ ഇപ്പം ആ ഒരു മോഹം കൊണ്ട് നടക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മേ മുമ്പത്തെ പോലൊന്നും അല്ല, കാര്യങ്ങളൊക്കെ വഷളാകും. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അശ്രദ്ധ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഈ വീട്ടിൽ വെളിയിലായിരിക്കും. അതമ്മ ഓർത്തണം. നമുക്ക് താങ്ങായിട്ട് ആരും കാണില്ല. പേരിനെങ്കിലും അനന്തപുരിയുടെ ഇതാണെന്ന് പറഞ്ഞ് നമുക്കിവിടെ താമസിക്കാം. അല്ലെങ്കിൽ നമ്മൾ പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങേണ്ടി വരുവേ എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിക്കേണ്ടടാ, എല്ലാത്തിനും ഒരു വഴി ഈശ്വരൻ നമുക്ക് തെളിയിച്ചു തരും. ഒന്ന് കാല് തെറ്റി വീണാ തീരാവുന്ന ഗർഭമൊക്കെ ഉള്ളൂ അവക്ക്. പിന്നെ അത് നമ്മുടെ തലയിലാവരുത്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോയെന്ന് നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ എൻ്റെ മകൻ്റെ കുഞ്ഞ് വാഴേണ്ടടുത്ത് അവൻ വാഴണ്ട, അവർക്കൊരു കുഞ്ഞ് പിറക്കണ്ട. ഞാൻ തീരുമാനിച്ച കാര്യത്തിന് അതിനുവേണ്ടി എന്ത് കടുകയും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയോട് വെല്ലുവിളിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ജലജ പോകുന്നത്. അങ്ങനെ ജലജ പല പദ്ധതികളും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുകയാണെ. ആരും അറിയരുത്. എങ്ങനെയെങ്കിലും ഈ ഒരു പദ്ധതി സക്സസ് ആക്കണം. തൻ്റെ പേരും തൻ്റെ മകൻ്റെ പേരും ഇതിന് പിന്നിലാവരുത്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നവ്യയുടെ തലയിലേക്ക് ചാർത്തണം. എന്നിട്ട് നവ്യ കുശുമ്പ് കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചതാന്ന് വരുത്തി തീർക്കണം. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വളരെ സന്തോഷത്തിൽ ഓരോരോ പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ്. അതൊക്കെ വെറുതെയാണ്, അത് വേറൊരു കാര്യം. എങ്കിലും ജലജ പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കോട്ടെ.
അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ നമ്മുടെ ദേവയാനിയും കൂടെ പോകുകയാണ് കേട്ടോ. നയനയുടെയൊക്കെ കൂടെ ചെക്കപ്പിനൊക്കെ ആയിട്ട് ആദർശം പോകുകയാണേ. അപ്പോൾ ആദർശം പറഞ്ഞിട്ട് അമ്മ വരണമെന്നില്ല, ഞങ്ങൾ പോയിട്ട് വരാം, അമ്മ റെസ്റ്റ് എടുക്കാനോ? അതിന് എനിക്ക് എന്താണ് അസുഖം, എൻ്റെ മരുമകളുടെ കൂടെ ഞാൻ വരുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അമ്മ പറഞ്ഞെങ്കിൽ വായോ, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലായിരിക്കും കേട്ടോ ഇവർ ഹോസ്പിറ്റലിലേക്ക് ഒക്കെ പോകുന്നത്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിയുകയാണേ. സ്കാനിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഡോക്ടറിനോട് ഭയങ്കര വേവലാതിപ്പെട്ടായിരിക്കും കേട്ടോ ദേവയാനി ചോദിക്കുന്നത്, ഡോക്ടറെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, അതുപോലെ തന്നെ നയനമ്മക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, കരളൊക്കെ മാറ്റി വെച്ചതല്ലേ, ഇവളുടെ ശരീരം വല്ലാണ്ട് വീക്കാണ്, ഇവളോട് ആഹാരം കഴിക്കാനും ഒന്ന് ശ്രദ്ധിക്കാനും ഒക്കെ പറഞ്ഞാൽ ഇവൾ തീരെ അനുസരിക്കില്ല, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമാണ്, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കണോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നയന നിങ്ങൾ ഭാഗ്യവതിയാണ്, ഇതുപോലൊരു അമ്മായിമ്മനെ അമ്മയെ കിട്ടിയല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അത് ഡോക്ടർ പറഞ്ഞ സത്യമാണ്, ഇതെൻ്റെ അമ്മായിമ്മയല്ല, ഇതെൻ്റെ അമ്മ തന്നെയാണ്, ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഈ അമ്മയെ തന്നെ എന്നൊക്കെ പറയാനുണ്ടോ. ഇത് ഡോക്ടർ പറയുന്നുണ്ട്, ദേവയാനി മേഡം പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ കുട്ടിയുടെ ശരീരം കുറച്ച് വീക്കാണ്, കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആദ്യത്തെ 3 മാസം നല്ല റെസ്റ്റ് വേണം, ഭാരിച്ച് ജോലികളൊന്നും ചെയ്യണ്ട, അതിനുശേഷത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലികളൊക്കെ പതിയെ തുടങ്ങിയാൽ മതി, ഇപ്പോൾ ഏതായാലും നല്ല റെസ്റ്റ് വേണം, നല്ല രീതിക്ക് ആഹാരങ്ങൾ കഴിക്കണം, നല്ല പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം, എന്നാൽ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയാനുണ്ടോ. എന്നിട്ട് ആദർശിനോടും പറയുന്നുണ്ട്, നയനയ്ക്ക് എപ്പോഴും ഹാപ്പിനെസ് നൽകണം, ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശിനോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശം പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടറെ, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ തിരികെ വീട്ടിലേക്ക് പോകുകയാണേ. ഈ സമയത്ത് ദേവയാനി നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും കൊതിയൊക്കെ തോന്നുന്നുണ്ടോ, എങ്കിൽ പറ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകാം അല്ലേ ആദർശേ? അമ്മേ ഞാനിപ്പോൾ അത് പറയാൻ വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോ, ഡോക്ടർ പറഞ്ഞു കേട്ടോ, ഇപ്പോൾ നീ മാത്രമല്ല നിൻ്റെ വയറ്റിലെ എൻ്റെ പേരക്കിടാവും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടാൽ പറ്റില്ല കേട്ടോ, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നയനയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ സമയത്ത് നയന ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാൻ മടിക്കുകയാണ്. ആ സമയത്ത് നയനയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നീ എന്താ കഴിക്കാത്ത ഒന്നും, ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം അതേപോലെ ടേബിളിൽ ഇരിക്കുകയാണല്ലോ, എന്ത് പറ്റി, ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്, വേറെ എന്തെങ്കിലും പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മ എത്രയൊക്കെ പറഞ്ഞാലും അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിന് വരുമോ, അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല, അമ്മ എനിക്ക് ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി, അതാ എനിക്കിഷ്ടം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ദേവയാനി പറഞ്ഞിട്ട്, അതൊക്കെ ഉണ്ടാക്കി തരാം, ഇപ്പം നീ ഇത് കഴിക്ക്, പണ്ടത്തെ പോലെ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിൻ്റെ ഉള്ളിലൊരു ജീവനും കൂടി ഉണ്ട്, അപ്പോൾ അതിനെ ശ്രദ്ധിക്കണ്ടേ, ആഹാരമൊക്കെ നല്ല രീതിക്ക് കഴിക്കണം, നല്ല കുഞ്ഞിന് വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് ദേവയാനി നമ്മുടെ നയനെ ആഹാരമൊക്കെ കഴിപ്പിക്കുകയാണേ. ഇതൊക്കെ കണ്ട് സന്തോഷവാനായിട്ടിരിക്കുകയാണ് കേട്ടോ ആദർശിൻ്റെ മനസ്സ് നിറയുക എന്ന് തന്നെ പറയാം കേട്ടോ. ആദർശിൻ്റെ ആ ഒരു നോട്ടത്തിൽ ഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വീട്ടിലേക്ക് പോകുകയാണേ. ഇവരുടെ വരവും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടിട്ടോ നമ്മുടെ ജലജ. ജലജ വന്നിടനെ ചോദിക്കുകയാണേ, ഏട്ടത്തി എന്തു പറഞ്ഞു ഏട്ടത്തി, നയനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ഒരുമാതിരി വല്ലാത്തൊരു നോട്ടം ജലജനെ നോക്കുകയാണേ. നീ എന്താ ആദർശ് ഇങ്ങനെ നോക്കുന്നത്, ഞാൻ കുഞ്ഞിനും നയനയ്ക്കും സുഖമല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നല്ലേ ചോദിച്ചത്, അല്ലാതെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് പറഞ്ഞിട്ട്, അല്ല അപ്പച്ചിയുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പോലൊരു സംസാരം, അതുകൊണ്ട് നോക്കിപ്പോയതാ എന്ന് പറയുമ്പോൾ ജലജ പറഞ്ഞിട്ട്, കണ്ടോ ഏട്ടത്തി ഇവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്, നീ അങ്ങനെയൊക്കെയല്ലേ ജലജ ചിന്തിക്കുള്ളൂ, അതുകൊണ്ട് അവനൊരു തമാശ പറഞ്ഞതാ, നീ അത് വിട്, നയനയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, 2 പേർക്കും ഒരു കുഴപ്പമില്ല, ഈശ്വരൻ അനുഗ്രഹിച്ച്, പിന്നെ നയനയുടെ ശരീരം ഇത്തിരി വീക്കാണ്, അത് മറ്റൊന്നും കൊണ്ടല്ല, കരളിൽ മാറ്റ ശസ്ത്രക്രിയയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ടൊരു കെയറിങ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ, നല്ല റെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, റെസ്റ്റ്, പണ്ടൊക്കെ നമ്മളൊക്കെ ഗർഭിണികളുമായിട്ടുണ്ട്, കുട്ടികളെയും പ്രസവിച്ചിട്ടുണ്ട്, അന്നൊക്കെ സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല പണി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ അടുക്കളയിൽ ഇട്ടിട്ടേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ സുഖമായിട്ട് പ്രസവിച്ചില്ലേ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, അതുപോലെയുള്ളൂ ഏട്ടത്തി ഇതും, നല്ല രീതിയിൽ പണിയെടുത്താൽ
സുഖമായിട്ട് പ്രസവിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഓ അത്രയ്ക്ക് സുഖമായിട്ടൊന്നും പ്രസവിക്കേണ്ട ജലജ, ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം, അതുകൊണ്ട് നയനമോള് റെസ്റ്റ് എടുത്തോളും, നയനമോള് സുഖമായിട്ട് പ്രസവിക്കാൻ വേണ്ടി ഇപ്പം അടുക്കളയിലൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാമോളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നയനനെ റൂമിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് പിടിക്കുന്നില്ലേ നമ്മുടെ ജലജയ്ക്ക്. ജലജ ശുശ്രൂഷിക്കാൻ വേണ്ടി നന്നേക്കുന്നു, ഇത് എത്ര നാൾ കൊണ്ട് നടക്കുന്നു, ഞാനൊന്ന് കാണട്ടെ, പേരക്കിടാവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയാണെങ്കിൽ ഉള്ളിലേക്ക് ദേഷ്യത്തോടെ കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്ന കാണുകയാണ് ജലജയെ. ഈ സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരിക്കും കേട്ടോ നയന. ആ സമയത്ത് ജലജ പതിയെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, അവിടെ ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ. മുത്തശ്ശിയും മുത്തശ്ശനും റൂമിലായിരിക്കും, രണ്ടുപേരും ഉച്ചമയക്കത്തിലായിരിക്കുവേ. ഈ സമയത്ത് ദേവയാനി ആണെങ്കിലും കിച്ചണിൽ എന്തോ പരിപാടികളായിരിക്കും. ആദർശും അനിയും അനിയുടെ അച്ഛനും ആദർശിൻ്റെ അച്ഛനും എല്ലാവരും ഓഫീസിലും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരിക്കില്ല. ദേവയാനി കിച്ചണിലും അതുപോലെ തന്നെ ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നവ്യാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കുകയൊക്കെ ആയിരിക്കുവേ. ഈ സമയം ഈ തക്കം നോക്കി ഇതാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയ ജലജയാണെങ്കിൽ സ്റ്റെയർകേഴ്സിൽ നിന്ന് നമ്മുടെ നയനനെ തള്ളിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കേട്ടോ. അങ്ങനെ നയനയുടെ സാരിത്തുമ്പിൽ കയറി ചവിട്ടാനായിരിക്കും കേട്ടോ ശ്രമിക്കുന്നത്. അങ്ങനെ നയന ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ജലജ പിന്നിലൂടെ വന്ന് ഇങ്ങനെ കൈകൊണ്ട് തള്ളാനും സാരിച്ചുമ്പിൽ ചവിട്ടാനും ഒക്കെ ശ്രമിക്കുമ്പോഴായിരിക്കും മുത്തശ്ശി പുറകിൽ നിന്ന് നോക്കുന്നത്. മുത്തശ്ശി ജലജെ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുമ്പം നയനയും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ജലജയും തിരിഞ്ഞു നോക്കുകയാണ്. എന്താമ്മേ എന്താ എന്താ എങ്ങനെ ചോദിക്കുമ്പോൾ എന്താ മുത്തശ്ശി എന്ന് നയനയും ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ജലജ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ പിന്നെന്താ നയനമ്മളുടെ പിന്നാലെ കൈ കൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അമ്മേ, ഞാനാണെങ്കിൽ നയനനെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി കൈ കൊണ്ട് വന്ന്. വിളിക്കാനോ? തൊട്ടടുത്തല്ലേ നിൽക്കുന്നത്, നിനക്കൊന്ന് തോണ്ടി വിളിക്കണമെന്നൊന്നും ഇല്ലല്ലോ, നയനേന്ന് വിളിച്ചാൽ പോരെ, അതിന് നീ എന്തിനാ അവളെ തള്ളിവിടാൻ ശ്രമിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഉടനെ നയന ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കാനോട്ടോ ജലജനെ. എന്നാൽ ജലജ പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്, ഇതെങ്ങാനും കേട്ട് അച്ഛനെങ്ങാനും ഇപ്പോൾ വരണം, അമ്മയൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, അല്ലേ തന്നെ നയനമോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ തൻ്റെ പതിവ് നാടകം ഇറക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് ദേവയാനി പറഞ്ഞിട്ടേ. അങ്ങനെ ദേവയാനി എന്താ അമ്മേ എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നിങ്ങനെ നയന പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് ഒന്നുമില്ല ദേവയാനി, നയനമോളും ഇങ്ങനെ വന്നപ്പോൾ ജലജയും കൂടി ഇങ്ങനെ ഇറങ്ങി വന്നു, അപ്പോൾ രണ്ടുപേരോടും ഞാനിങ്ങനെ സംസാരിച്ചു എന്നുള്ളൂ. അല്ല എന്തോ തള്ളി വിട്ടെന്ന് ഒച്ചയോ ബഹളോ എന്നൊക്കെ ഇങ്ങനെ കേട്ടല്ലോ. അതൊന്നുമില്ല, നീ പോയി അടുക്കളയിൽ നിൻ്റെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തീർക്ക് ദേവയാനി, ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനിയും ഞാനിവിടെ ഒച്ച കേട്ടിട്ട് വന്നാൽ ഞാൻ എന്തോ അങ്ങ് പേടിച്ചു പോയി, നയനമോൾ കിച്ചണിലേക്ക് വരുന്നത് പറയുകയും ചെയ്ത് പെട്ടെന്ന് ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി, മോളെ സൂക്ഷിച്ചിറങ്ങണേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ നമ്മുടെ ദേവയാനി ആണെങ്കിൽ നയനനെ ഇറക്കിക്കൊണ്ടൊക്കെ പോകുന്നത്. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കായിരിക്കും കേട്ടോ മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ജലജനെ വിളിച്ചിട്ട് ജലജയുടെ ചെവിക്കല്ല് തീർത്ത് മുത്തശ്ശി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജലജയെ ഞാൻ കണ്ട രംഗം വെച്ച് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത് നീ നയനമോളെ തള്ളിയിടാൻ ശ്രമിച്ചെന്നാണ്. അമ്മാതിരി പരിപാടിയും കൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്, നിനക്കും നിൻ്റെ മക്കൾക്കും പെരുവഴിയായിരിക്കും, അതും നീ മറക്കരുത്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എത്ര ദേഷ്യം വൈരാഗ്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും തീർക്കേണ്ട സമയമല്ല ഇത് എന്നൊക്കെ പറയുമ്പോൾ അമ്മേനെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ കണ്ണീർ നാടകം ഇറക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയാണ്, ശരി നീ ഇനി അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തല്ലാന്ന് നീ കരുതിയാൽ മതി, നയനമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വീട്ടിൽ കാണില്ല എന്ന് നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ടായിരിക്കും മുത്തശ്ശി പോകുന്നത്. അങ്ങനെ മുത്തശ്ശിക്ക് റൂമിൽ ചെന്നിട്ടും ഒരു സമാധാനം ഉണ്ടായിരിക്കില്ലേ. മുത്തശ്ശി ഇങ്ങനെ ഓർക്കുകയാണ്, നയനമോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ, ചുറ്റും കഴുകേണ്ട കണ്ണുകളാണ് എന്നൊക്കെ ആലോചിച്ച് മുത്തശ്ശി വല്ലാണ്ട് അങ്ങ് ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.